ദ ട്രൂത്തിലേക്ക് സ്വാഗതം. സിവിൽ സർവീസിൽ നിന്ന് ഐക്യരാഷ്ട്രസഭയിലേക്ക് അവിടുത്തെ മുൻകാല അനുഭവങ്ങൾ പങ്കുവെക്കുന്നു ശ്രീ എം പി ജോസഫ് IAS. സ്വാഗതം. ശ്രീ എം പി ജോസഫ് IAS, താങ്കളുടെ സിവിൽ സർവീസിൻ്റെ യാത്ര ഒന്ന് വിവരിക്കാമോ? യാത്ര വളരെ ചെറുപ്പകാലത്തായിരിക്കും തുടങ്ങിയിരിക്കുക. കാരണം ചെറുപ്പത്തിലേ തുടങ്ങി എൻ്റെ അപ്പൻ എന്നോട് മോനെ നീ IAS എഴുതണം എന്ന് പറഞ്ഞ് തലയിൽ കയറ്റി. പക്ഷെ അത് തലയിൽ കയറ്റിയത് കൊണ്ടായിരിക്കാം ഏതാണ്ട് ഒരു കൗമാരപ്രായമൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ എഴുതില്ല എന്ന് ഞാൻ ഒരു വാശി പിടിച്ച്, എന്ന് വെച്ചാൽ ഞാൻ വേറെ രീതിയിലേക്ക് പോവുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുത്ത് ഞാൻ അന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രൊബേഷണറി ഓഫീസറുടെ പരീക്ഷ ഞാൻ MSc ഫസ്റ്റ് ഇയർ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ എൻ്റെ സഹപാഠികളെല്ലാം അത് എഴുതാൻ പോയി. അപ്പം ഞാനും വിചാരിച്ചു ഞാനൊന്ന് കൂടെ പോയി എഴുതാമെന്ന് വിചാരിച്ച് എഴുതി. എനിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊബേഷണറി ഓഫീസറായിട്ട് ജോലി കിട്ടി. ജോലി കിട്ടി തന്നെ പോസ്റ്റ് ചെയ്തത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലത്തെ വളരെ ഉള്ളിലത്തെ കുഗ്രാമങ്ങൾ പോലത്തെ ചെറിയ ചെറിയ പട്ടണങ്ങളിലൊക്കെയാണ് പോസ്റ്റിംഗ് കിട്ടിയത്. അനക്കാപ്പള്ളി, വിജയനഗരം, ഗുണ്ടൂർ, ഏലൂരു, രാജംപെട്ട്, നമ്മൾ കേരളത്തിൽ കേൾക്കാത്ത പോലെ സ്ഥലങ്ങളാണ്. അവിടെ പോയി 1 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വളരെ ഉറപ്പായി, ഒന്ന് എനിക്ക് ഈ ബാങ്കിലത്തെ പണി എനിക്ക് പറ്റിയതല്ല, 2 എനിക്ക് ആന്ധ്രാപ്രദേശിൽ നല്ല സ്ഥലമൊക്കെയാണ്, പക്ഷെ നല്ല ആൾക്കാരാണ്, പക്ഷെ ആന്ധ്രാപ്രദേശ് എനിക്ക് ഇനി ജീവിതകാലം മുഴുവൻ കഴിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് നോക്കി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അപ്പൻ പറഞ്ഞ പഴയ കാര്യം ഓർമ്മ വന്നു, മോനെ IAS എഴുതുമെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ അവിടെ വെച്ച് തന്നെ പഠിക്കാൻ തുടങ്ങി. ആദ്യം എഴുതിയപ്പോഴെനിക്ക് ഞാൻ അവിടെ നിന്ന് ലീവ് എടുത്ത് 1 മാസത്തെ 2 മാസത്തെ ലീവ് എടുത്ത് തിരുവനന്തപുരത്ത് വന്നിട്ടാണ് എഴുതിയത്. അപ്പോൾ ശരിക്കും പഠിക്കാൻ സാധിക്കാത്തത് കൊണ്ടോ എന്തോ എനിക്ക് IAS കിട്ടിയില്ല, IPS ആണ് കിട്ടിയത്. അപ്പോൾ IPS കിട്ടിയപ്പോൾ ഞാൻ കിട്ടിയ മുറയ്ക്ക് ഞാൻ ആ ജോലി, സ്റ്റേറ്റ് ബാങ്കിലത്തെ ജോലി രാജിവെച്ച് ഹൈദരാബാദിലുള്ള SVP സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമിയിൽ അവിടുത്തെ പരിശീലനത്തിന് പോയി. അവിടെ സല്യൂട്ട് ചെയ്യാനും തോക്ക് വെടിവെക്കാനും ഒക്കെ പഠിച്ചു, കുതിര സവാരിയും നീന്താനും ഒക്കെ പഠിച്ചു. പക്ഷെ IPS എനിക്ക് ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു. അതിനെന്തായിരുന്നു കാരണം? എനിക്ക് പോലീസ് സർവീസിനോട് ഒരു വൈകാരികമായിട്ടുള്ളൊരു താല്പര്യമില്ല. ഒരു കാരണവശാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകുന്നു അടിച്ച് മറ്റൊരാൾ നടത്തണമെന്നൊക്കെയുള്ള ഞാൻ പോലീസിൽ ചേർന്ന് കേരള കാർഡറാണ് കിട്ടിയത്. CB മാത്യു ഒക്കെ എൻ്റെ ബാച്ച്മേറ്റ് ആണ് അതിനകത്ത്, CB മാത്യു, VR രാജീവൻ. പക്ഷെ എനിക്ക് ഒരു പോലീസുമായിട്ടുള്ള അങ്ങനെ ഒരു ആവശ്യമാണ്. വളരെ നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് നമ്മുടെ കേരള സർവീസിലുണ്ട്, പുറത്തുമുണ്ട്. പക്ഷെ എനിക്ക് അത് സാധിക്കുമെന്ന് എനിക്ക് ഒട്ടും കരുതി. കോൺഫിഡൻസ് കുറവായിരുന്നു. നല്ല പോലീസ് ഉദ്യോഗസ്ഥനാകാൻ സാധിക്കുമെന്നുള്ളതിനെ പറ്റി യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗം, എനിക്ക് പട്ടാളം, പോലീസ്, ഓരോരുത്തർക്കും ഒരു ശൈലിയുണ്ടല്ലോ, എനിക്ക് യോജിച്ചതാകും എന്ന് എനിക്ക് തോന്നിയില്ല. എന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും എഴുതി, രണ്ടാമത് എഴുതി. അവിടെ നാഷണൽ പോലീസ് അക്കാഡമിയിലുള്ള സമയത്ത് തന്നെ 2ാമത് പരീക്ഷ എഴുതി. ഇത്തവണ കിട്ടി. IAS നല്ല റാങ്ക് കിട്ടി. അതുകൊണ്ട് കേരളം കിട്ടിയെന്ന് മാത്രമല്ല, കേരളത്തിൽ അന്നത്തെ ബാച്ച്മേറ്റ്സിൽ വെച്ച് ഏറ്റവും ഉന്നത റാങ്ക് എനിക്ക് കിട്ടി. ജയകുമാറാണ് എൻ്റെ ഒരു ബാച്ച്മേറ്റ്. ഇപ്പോൾ വൈസ് ചാൻസലർ. എത്രാമത്തെ വയസ്സിലായിരുന്നു IAS കിട്ടിയത്? IAS 23, 24. ഇവിടുത്തെ ഏറ്റവും യങ്ങസ്റ്റ് ആയിരുന്നു ഈ ബാച്ചിൽ. ആദ്യത്തെ പോസ്റ്റിംഗ് സബ് കളക്ടർ ആയിട്ടായിരുന്നു, തൃശ്ശൂർ സബ് കളക്ടർ. നല്ലൊരു 2.5 കൊല്ലം 3 കൊല്ലത്തോളം അവിടെ ഉണ്ടായിരുന്നു. 23, 24 വയസ്സിൽ IAS നേടുക, ഒരു സബ് കളക്ടറായി തൃശ്ശൂരിൽ വരിക, ആ സമയത്തുണ്ടായ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? ശരിക്കും അധികാരം കിട്ടിയതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു. ആ പ്രായത്തിൽ ഒരു സർക്കാർ വണ്ടിയിൽ ചുമതലയായിട്ടൊക്കെ ഇട്ട് പോകുക, നിൽക്കുക. ഞാൻ പോലീസിലായിരുന്നെങ്കിൽ പോലും ഒരു പോലീസ് കോൺസ്റ്റബിൾ മുമ്പിലിരിക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആ പ്രായത്ത് നമുക്ക് തീർച്ചയായിട്ടും, ഇന്ന് വേണമെങ്കിൽ എനിക്ക് അത്രയും തോന്നില്ല, ആ ഭാഗം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമല്ലോ, നാട് നന്നാക്കാൻ പറ്റുമല്ലോ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. താങ്കൾ എറണാകുളം ഡിസ്ട്രിക്ട് കളക്ടർ ആയിരുന്ന സമയത്ത് താങ്കളുടെ കൂടെ വർക്ക് ചെയ്തിരുന്നവർ ഇന്നും ഓർക്കുന്നു, താങ്കൾ അന്നും ഹൈടെക്
രീതിയിലുള്ള റെക്കോർഡേഴ്സ് കൊണ്ടുവന്ന് ഈവൻ ഈച്ച് ആൻഡ് എവറി കോൺഫറൻസസ് റെക്കോർഡ് ചെയ്യായിരുന്നു. ഇതൊരു പോലീസ് ട്രെയിനിങ് കിട്ടിയത് കൊണ്ടുള്ള ഒരു ബുദ്ധിയായിരുന്നു അത്? തീർച്ചയായിട്ടും അല്ല. അല്ല. ഭരണ സംവിധാനത്തിൽ നമ്മൾ ഇങ്ങനത്തെ സാങ്കേതികത്വം കൊണ്ടുവന്നാലേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ചെറുപ്പത്തിലെ മനസ്സിൽ കയറിയിട്ടുണ്ട്. അത് IAS ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണോ എന്തോന്ന് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും അതുകൊണ്ട് ആയിരിക്കണം അന്ന് തുടങ്ങി തന്നെ ഇതെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയത്. എന്തിനു പറയുന്നു, 1987-88 ODPC എന്ന് പറഞ്ഞ സ്ഥാപനം, ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് എന്ന് ഭംഗിയായിട്ട് നടക്കുന്ന ഒരു സ്ഥാപനം. അത് പൂട്ടാൻ ഇരിക്കുന്ന സമയത്താണ് എന്നോട് അന്നത്തെ നയനാർ ആയിരുന്നു മുഖ്യമന്ത്രി, ശ്രീ നയനാറായിരുന്നു മുഖ്യമന്ത്രി, പങ്കജാഷായിരുന്നു ലേബർ മിനിസ്റ്റർ, എന്നോട് അതിൻ്റെ ചാർജ് എടുത്തത് പൂട്ടാൻ വേണ്ടി എനിക്ക് തന്നത്. ലേബർ കമ്മീഷനായിരുന്നു. ഇത് എഡീഷണൽ ചാർജ് ആയിട്ട് തന്നത്. അത് ഒരു വർഷത്തിനകം പൂട്ടാൻ പറഞ്ഞുകൊണ്ട് ഒരു വർഷത്തിനകത്ത് എനിക്കത് അത് ലാഭകരമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. ഒരു ട്രാവൽ ഏജൻസിയൊക്കെ ആരംഭിക്കാൻ സാധിച്ചു. ഇന്ന് നന്നായിട്ട് പ്രവർത്തിക്കുന്ന കേന്ദ്രം നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന 3 സ്ഥാപനങ്ങളിൽ ഒന്നാണത് ഓൾ ഇന്ത്യ തലത്തിൽ. താങ്കളുടെ വർക്ക് ഹിസ്റ്ററിയിൽ ഒരിടത്തും ഒരു കറപ്ഷൻ്റെ ഒരു അലിഗേഷനോ ഒന്നും ഇതേവരെ ഉണ്ടായിട്ടില്ല. എന്നിട്ടും അതിൻ്റെ അപ്പുറം ശ്രീ കെ എം മാണിയെ പോലെയുള്ള സീനിയർ പൊളിറ്റിക്കൽ ലീഡറിൻ്റെ മരുമകൻ കൂടിയായ താങ്കൾ എന്തുകൊണ്ട് IAS വേണ്ടെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ IASനൊരു ബ്രേക്കും എടുത്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭ പോലെയുള്ളൊരു ഓർഗനൈസേഷനിലേക്ക് പോയി? IAS പോലെയുള്ള നാഷണൽ ബ്യൂറോക്രസി ആണെങ്കിൽ പോലും ഒരു ഇന്റർനാഷണൽ ബ്യൂറോക്രസിയും ഒരു രാഷ്ട്രത്തിന്റെ ഒരു ഭരണ സംവിധാനവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു ജോലി ചെയ്യാനുള്ള അവസരം കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഇവിടെ IAS വിടുക എന്ന് പറഞ്ഞാൽ അധികാരം പോവുക, ഭാവി നഷ്ടപ്പെടുക എന്നുള്ളത് വസ്തുതകളാണ്. തീർച്ചയായിട്ടും ചീഫ് സെക്രട്ടറി ആയിട്ട് എനിക്ക് കേരളത്തിൽ നിന്ന് വിരമിക്കുക, ഒരുപക്ഷെ ഡൽഹിയിൽ ക്യാബിനറ്റ് സെക്രട്ടറി ആവാനുള്ള ചാൻസും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഇന്റർനാഷണൽ ഒരു അന്തർദേശീയ ഭരണ സംവിധാനത്തിന്റെ ഭാഗമാകുക എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമാണ്. അത് തീർച്ചയായിട്ടും അതും ഒരു ആകർഷണമാണ്. ഒരു വശത്ത് ഒരു നഷ്ടമുണ്ട്, തീർച്ചയായിട്ടും നഷ്ടമുണ്ട്. IAS പോകുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് മുഴുവൻ ഉൾക്കൊള്ളിക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല ഇതൊക്കെ ആയിട്ട്. അതായത് ഒരു ചീഫ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഡൽഹിയിൽ ഒരു ഉന്നത സ്ഥാനത്ത് എത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ അതിന് ഗുണമുണ്ടായി, ദോഷമുണ്ട്, രണ്ടുമുണ്ട്. താങ്കൾ മിയൻമാറിൽ വർക്ക് ചെയ്തിട്ടില്ലേ? കംബോഡിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ഒരു അവാർഡും കിട്ടിയിട്ടുണ്ട്. അതെന്തിനായിരുന്നു കിട്ടിയിരുന്നത്? അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഹുൻസെൻ, അദ്ദേഹം ഏതാണ്ട് 27 വയസ്സിൽ പ്രധാനമന്ത്രിയായതാണ്. തുടർച്ചയായിട്ട് ഇപ്പോൾ 79-80 തുടങ്ങി തുടർച്ചയായിട്ട് ഇപ്പോഴും പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സഹമേത്രി സേവ മെഡൽ എന്ന് പറഞ്ഞ സേവനത്തിന്, രാജ്യത്തിനുള്ള സേവനത്തിന് വേണ്ടിയുള്ള മെഡല് കിട്ടിയിട്ടുണ്ട്. ചൈൽഡ് ലേബർ, അതായത് ബാലവേല അവിടെ ഉന്മൂലനം ചെയ്യാനായിട്ട് എടുത്ത നടപടികൾക്ക് വേണ്ടിയാണ് ആ അവാർഡ് തന്നത്. താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ? രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയം ആണ് നാടിനെ നയിക്കേണ്ടത്. അധികാരം എന്ന് പറഞ്ഞാൽ നല്ല കാര്യത്തിനുള്ള അധികാരം ഇപ്പോൾ കേന്ദ്രീകരിക്കപ്പെടുന്നത് രാഷ്ട്രീയ തലങ്ങളിലാണ്. ഉദ്യോഗ മണ്ഡലങ്ങളിൽ നിന്ന് കുറേയൊക്കെ പണ്ടുണ്ടായിരുന്ന അധികാരങ്ങളൊക്കെ ഇല്ലാതായിക്കൊണ്ട് രാഷ്ട്രീയ തലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്കൊരു മാറ്റം വരുത്തണമെങ്കിൽ ചിന്താഗതിയിലും മറ്റുള്ള രീതിയിലും ചെറുപ്പക്കാരുടെയും ഒക്കെ ചിന്താഗതിയിലും മാറ്റം വരുത്തണമെങ്കിൽ രാഷ്ട്രീയ രംഗമായിരിക്കും ഏറ്റവും ഉചിതം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് ബ്യൂറോക്രാറ്റ്സിന്റെ വിങ്സ് ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണോ? വിങ്സ് ക്ലിപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ടു പേർക്കും ഉള്ള പ്രവർത്തന മണ്ഡലം വെവ്വേറെയാണ്. ഓക്കെ. രാഷ്ട്രീയം എന്ന് പറഞ്ഞ രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നവര് ഒരു സംസ്ഥാനത്തിൻ്റെയോ ഒരു രാഷ്ട്രത്തിൻ്റെയോ പോളിസി നിർണ്ണയിക്കുന്നു. ആ പോളിസി നിർണ്ണയിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ ഉപദേശം കേട്ടിട്ടാണ്. ഉപദേശം അംഗീകരിക്കണമെന്നില്ല. ഉപദേശങ്ങൾ കേട്ട് ഇത് ചെയ്താൽ ഇത് തെറ്റാണ്, അത് ചെയ്താൽ മറ്റത് സംഭവിക്കും എന്നുള്ള ഉപദേശം മനസ്സിലാക്കിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നു. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധം അല്ലാത്തോളം കാലം അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വവും കടമയും ഉദ്യോഗസ്ഥന്മാരുടെയാണ്. ഇത് രണ്ടും രണ്ട് പ്രവർത്തന മണ്ഡലമാണ്. ഇത് രാഷ്ട്രീയക്കാരെ ഇങ്ങോട്ട് ഭരണം നടത്തുന്നതിൽ
കയ്യേറാൻ ശ്രമിക്കുമ്പോഴും മറിച്ച് പോളിസി തീരുമാനങ്ങളിലും അല്ലെങ്കിൽ എടുത്ത പോളിസി തീരുമാനം നടപ്പിലാക്കാതെ ഇരിക്കാനായിട്ട് ഉദ്യോഗസ്ഥർ അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ നടപ്പിലാക്കാതെ ഇരിക്കുമ്പോഴുമാണ് ഒരു പ്രശ്നം വരുന്നത്. അല്ലാതെ പ്രവർത്തന മണ്ഡലങ്ങൾ വ്യത്യസ്തമാണ്. അത് വ്യത്യസ്തം തന്നെ, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഈക്വലി. തീർച്ചയായും. ആർക്ക് വേണ്ടിയായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക? മാണി കോൺഗ്രസിന് വേണ്ടിയായിരിക്കുമോ അതോ ഏതെങ്കിലും പാർട്ടികൾക്ക് വേണ്ടിയായിരിക്കും? ഞങ്ങളൊക്കെ എൻ്റെ എല്ലാ വശത്തും നോക്കുകയാണെങ്കിലും ഞങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് കോൺഗ്രസ്സുകാരാണ്. എൻ്റെ അമ്മയുടെ ഭാഗത്തും അപ്പൻ്റെ ഭാഗത്തും ഒക്കെ. ഇത് മാത്രമല്ല, കോൺഗ്രസ്സിനാണ് മാണി കോൺഗ്രസ് നല്ലൊരു പാർട്ടിയാണ്. പക്ഷേ അത് ഒരു സംസ്ഥാനത്തിൽ ഉള്ള പാർട്ടിയാണ്, കേരള കോൺഗ്രസ് ആണ്. പക്ഷേ ഒരു അഖില ഇന്ത്യ ഉദ്യോഗസ്ഥനായ എനിക്ക്, അല്ലെങ്കിൽ ഒരു വീക്ഷണം ഉള്ള എനിക്ക് തീർച്ചയായിട്ടും ഒരു അഖിലേന്ത്യാ പാർട്ടിയുമായിട്ട് ബന്ധപ്പെടാനാണ് എനിക്ക് താല്പര്യം. നന്ദി ശ്രീ MP ജോസഫ് ഈ പരിപാടിയിൽ വന്നതിന്.